നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കണോ? തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ പോക്കറ്റിലുള്ള കാശ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? മറ്റുള്ളവരുടെ ഭൂതം ഭാവി വർത്തമാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണോ? വഴിയുണ്ട്. അതിനു പറ്റിയ ഒരു കിടിലം മന്ത്രത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ ത്രികാലജ്ഞാനം പോലെയുള്ള വലിയ സിദ്ധികൾ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ദേവി നമ്മുടെ കർണത്തിൽ വന്ന് പറഞ്ഞു തരും. പക്ഷേ ഈ ഒരു മന്ത്രത്തിൽ ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മന്ത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തെടുക്കാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മന്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു മന്ത്രം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. കേവലം അറിവുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തി തരുമോ, ഉപാസന വിധി എന്താണെന്നൊക്കെ ഒരുപാട് പേര് മെയിലിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. കമൻറ്റിൽ വന്ന 2-3 ആൾക്കാരാണ് ഒന്നിത്, 2 3 ഇത് ഒരുപാട് പ്രാവശ്യം എഴുതി ചോദിച്ചതാണ്. ഇത്തരത്തിലുള്ള മന്ത്ര ഉപാസനയും ധ്യാനങ്ങളും മന്ത്രത്തെ പരിചയപ്പെടുത്തുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രന്ഥങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതിൽ പ്രധാനമായ ഗ്രന്ഥങ്ങളാണ് ഈശാന ഗുരുദേവ പദ്ധതി, മന്ത്ര മഹാർണവം, തോതിലോത്തരം, മന്ത്ര മഹോദതി, ശില്പരത്നം, ഉദ്ധാമഹേശ്വര തന്ത്രം, തന്ത്രരാജ എന്നിങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളിൽ യക്ഷികളുടെയും ഒക്കെ ധ്യാനങ്ങളെയും മന്ത്രത്തെയും പരിചയപ്പെടുത്തുന്നുണ്ട്. റെഫറൻസിന് നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളെ കണ്ടെത്തിയെടുക്കാവുന്നതാണ്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ദുർദേവതകളെ ഉപാസിക്കുന്നതിന് മുമ്പ് വളരെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. അതിൽ വരുന്ന ദുർഗുണങ്ങളായിരുന്നാലും സദ്ഗുണങ്ങളായിരുന്നാലും അത് അവരവരുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ടതാകുന്നു. ഇനി മന്ത്രത്തിലേക്ക് വരാം. മന്ത്രത്തിലേക്ക് വരുമ്പോൾ ഈ മന്ത്രം നമുക്ക് കണ്ടെത്തി തന്നത് പിപ്പലാദ ഋഷി എന്ന് പറയുന്ന ഒരു ഋഷിയാണ്. അപ്പോൾ ആ ഋഷിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ മൃഗമുദ്ര പിടിച്ചിട്ട് ഊർധാവിൽ വയ്ക്കുക, പിപ്പലാദ ഋഷി. അപ്പോൾ ഇതിൻ്റെ ഛന്ദസ് എന്ന് പറയുന്നത് നിചർ ഛന്ദയാണ്. അപ്പോൾ ഛന്ദസ് പിടിക്കേണ്ടത് മൂക്കിന് താഴെ മേൽചൂണ്ട മുകളിൽ, നിചർ ഛന്ദ. ദേവത എന്ന് പറയുന്നത് കർണ പിശാചിനി ദേവത. അപ്പോൾ ദേവതയുടെ സ്ഥാനം ഹൃദയപത്മത്തിലേക്ക്, കർണ പിശാചിനി ദേവത. ഇനി ഈ ദേവതയുടെ ധ്യാനമാണ്. ധ്യാനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശ രൂപം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരും. ധ്യാനം ഇതാണ്: ശവാസനസ്താം നരമുണ്ഡമാലാം വിഭൂഷിതാമസ്തിമണീൻ കരാബ്ജൈ പ്രോതാം നരാന്തൈർധതീം കുവസ്ത്രാം ഭജാമഹേ കർണപിശാചിനീം താം. ഇതാണ് ധ്യാനം. ഈ ഒരു ദേവിയുടെ ധ്യാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയേറെ ഭയം ചെലുത്തുന്ന രീതിയിലുള്ള ധ്യാനമാണ്. അതായത് ദേവി ശവാസനത്തിലിരിക്കുന്നവളും മനുഷ്യൻ്റെ തല കോർത്തുണ്ടാക്കിയ മാല ധരിച്ചിട്ടുള്ളവളും ഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുള്ളവളും അതുപോലെ തന്നെ മനുഷ്യരുടെ അസ്ഥികളയുടെ രത്നമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. രത്നങ്ങളാകുന്ന അസ്ഥികൾ കൊണ്ട് കുടൽമാലയിൽ കോർത്ത് കൈകളിൽ അണിഞ്ഞവളും അല്പവസ്ത്രധാരിയുമായിട്ടുള്ള ദേവിയാണ് നമ്മൾ ഭജിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഭയാനകം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ദേവിയാണ് നമ്മൾ ഭജിക്കേണ്ടത്. ഏകദേശ രൂപം നമുക്ക് മനസ്സിലായി കാണാം അല്ലേ? ഇനി നമുക്ക് മൂലമന്ത്രത്തെ പരിചയപ്പെടാം. ഈ ഒരു ധ്യാനത്തിൽ തന്നെ നമുക്ക് 2 മന്ത്രത്തെ പരിചയപ്പെടാം കേട്ടോ. ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്ന മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഓം ഹ്രീം കർണ പിശാചിനി കർണേ കഥയ ഹ്രീം ഹാം ഹാം ജും സ്വാഹ. മറ്റൊരു മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം കർണ പിശാചിനി കർണേ മേ കഥയ സ്വാഹ. ഇതാണ് മന്ത്രങ്ങൾ. ഇതിലേതു മന്ത്രവും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപാസന വിധിയെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് ശ്മശാനത്തിലോ കാട്ടിലോ, അതായത് കൊടുങ്കാട്ടിലോ ഇരുന്നാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഒറ്റയ്ക്ക് പറയുമ്പോൾ തന്നെ അല്പം ഭയം ജനിക്കുന്ന രീതിയാണ്.
ഭയമുള്ളവർ, മനസ്സിന് ഭയമുള്ള വ്യക്തികൾ ആരും ഈ ഒരു മന്ത്രത്തെ ഉപാസിക്കരുത്. ഈ ഒരു മന്ത്രത്തിൻ്റെ ജപസംഖ്യ എന്ന് പറയുന്നത് 1,00,000 1,00,000 ജപിച്ചാൽ മാത്രം മതി സിദ്ധി വരാൻ വേണ്ടിയിട്ട്. ജപസംഖ്യ 1,00,000 ജപിച്ചാൽ മാത്രം പോരാ, എങ്കിലും മറ്റുള്ള മന്ത്രങ്ങളെ അപേക്ഷിച്ച് അത് വളരെയേറെ കുറവാണ്. 1,00,000 ഈ മന്ത്രം ജപിച്ചതിന് ശേഷം കൊന്ന ചമതയോ താന്നിയുടെ ചമതയോ കൊണ്ട് ഹോമകുണ്ഡം തീർത്ത് ഹോമിക്കണം. അപ്പോൾ മന്ത്രസിദ്ധി കൈവരും. പിന്നെയാണ് പ്രയോഗങ്ങൾ. മന്ത്രസിദ്ധി കൈ വന്നു കഴിഞ്ഞാൽ ദേവി നമ്മുടെ ചെവിയിൽ വരും വരായികളെക്കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ദേവിയുടെ ചിലമ്പുലി കേൾക്കാം, പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ തുടങ്ങി അത്ഭുതങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ആദ്യമൊക്കെ നമുക്ക് ദേവിയെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാവും. പിന്നീട് ലോകം തന്നെ മോഹിക്കുന്ന രീതിയിൽ അതീവ സുന്ദരിയായിട്ട് പോലും ദേവി വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. ഈ മന്ത്രം ഉപാസിക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 10 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം. 1,00,000 ജപിച്ച് തീർത്തിരിക്കണം. ജപം കഴിഞ്ഞ് സിദ്ധി വരുത്തിയ ഉപാസകൻ പിന്നീട് എപ്പോഴെങ്കിലും ഈ മന്ത്രത്തെ ഉപാസിക്കണം അല്ലെങ്കിൽ സ്ഥിരം ഉപാസിക്കണമെങ്കിൽ ഒരു നെല്ലിയുടെ ചുവട്ടിലിരുന്ന് ഉപാസിച്ചാൽ അല്ലെങ്കിൽ നെല്ലിയുടെ ചുവട്ടിലിരുന്ന് ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. സാധാരണയായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, വ്രതം നോക്കണോ, ഏത് മന്ത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും വ്രതം നോക്കണോ, ശുദ്ധി വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു മന്ത്രത്തിൽ ശുചിത്വമേ വേണ്ട, വൃത്തിഹീനമായിരുന്ന് ജപിച്ചാൽ മതി, ശുചിത്വം വേണ്ട എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ അന്യരുടെ ഭാവി ഭൂത വർത്തമാനങ്ങളൊക്കെ ദേവി നമുക്ക് പറഞ്ഞു തരും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഉപാസിച്ച ഉപാസകൻ പിന്നീട് ഒറ്റപ്പെടാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർ പോലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ദേവി പറയും അത് കള്ളമാണ് പറയുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരും. സ്വാഭാവികമായി നമ്മൾ വിശ്വാസം ചെലുത്തിയിരുന്ന ആൾക്കാരോട് നമുക്കൊരു അല്പം വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും. നമ്മൾ വിശ്വസിക്കുന്ന ആരും നമ്മളെ മനസ്സിലാക്കില്ലല്ലോ എന്നുള്ളൊരു സ്വയം കുറ്റബോധം ജനിക്കാൻ തുടങ്ങും. അതുമാത്രമല്ല, എപ്പോഴും ദേവി പല കാര്യങ്ങളും വരായികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ദേവി പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്കും ആയി മാറും. അങ്ങനെ ആ സാധകൻ ഒറ്റപ്പെട്ട് കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്തോ പോകാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. സമൂഹവുമായിട്ട് നിന്ന് അകന്നു മാറാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. പിന്നീട് അദ്ദേഹം ഭ്രാന്തനാണെന്നൊക്കെ സമൂഹം പറഞ്ഞു നടന്നേക്കാം. സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർദേവതയുടെ ഉപാസന രീതികളൊന്നും ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ മെയിലിലൊക്കെ എഴുതി ചോദിച്ച ചോദ്യമാണ്, കർണ പിശാചിനി ഉപാസനയെക്കുറിച്ചൊന്ന് പറയുമോ എന്ന്. ഈ ഉപാസന എടുത്ത് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ നിരവധി പ്രയോഗങ്ങൾ ഈ ഒരു മന്ത്രത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. സദയം എന്നോട് ക്ഷമിക്കുക, അതൊക്കെ ഞാൻ മറച്ചു വയ്ക്കുകയാണ്. ഗുരുമുഖത്ത് നിന്ന്, ഗുരു ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന പ്രകൃതി ശക്തികളെ തട്ടി ഉണർത്താതിരിക്കുക. ഇത്തരത്തിലുള്ള ശക്തികളെ നമുക്കത് വലിയ ദോഷത്തിലേക്ക് വഴിയൊരുക്കും. സാധനാ പദ്ധതികളെക്കുറിച്ച് പറയുന്നത് 3 തരം സാധനാ പദ്ധതികളുണ്ട്. സാധനകൾ 3 ശ്രേണിയിലായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ ശ്രേണിയായ പ്രഥമ ശ്രേണിയിലാണ് ശിവൻ, വിഷ്ണു, കാളി, ദുർഗ തുടങ്ങിയ ദേവീദേവന്മാർ വരുന്നത്. രണ്ടാമത്തെ ശ്രേണി എന്ന് പറയുന്നത് ദ്വിതീയ ശ്രേണി എന്ന് പറയുന്ന ശ്രേണിയാണ്. ഈ ഒരു ശ്രേണിയിലാണ് വേതാളം, യക്ഷിണി, അപ്സരസുകൾ തുടങ്ങി ദേവതമാർ വരുന്നത്. മൂന്നാമത്തെ ശ്രേണിയാണ് തൃതീയ ശ്രേണി. ഈ ഒരു ശ്രേണിയിലാണ് പ്രേതം, പിശാച്, ഡാക്കിനി എന്നിങ്ങനെയുള്ള ശക്തികളുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെട്ട മന്ത്രം വരുന്നത് മൂന്നാമത്തെ ശ്രേണിയായ തൃതീയ ശ്രേണിയിലാണ്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിനൊക്കെ മുതിരാൻ. കർണ പിശാചിനി ഉപാസന ഇനിയും വേറെ രീതിയിലുമുണ്ട്. എന്നിരുന്നാലും സ്വാഭാവികമായും ഇത് നാം പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഉറങ്ങിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള ദുർദേവതകളെ തട്ടി ഉണർത്താതിരിക്കുക. നല്ല നല്ല ഉപാസനാ മൂർത്തികളായ സാത്വിക ദേവതകളായിട്ടുള്ള ഒരുപാട് ദേവതകളുണ്ട്.
അവരെയൊക്കെ ഉപാസിക്കാൻ വേണ്ടി നോക്കുക. ഉപാസന രീതികളും ഒക്കെ ഇനിയും വരുന്ന വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, സത്ചിന്തകളുണ്ടാവട്ടെ. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ എഴുതി ചോദിക്കാൻ മടിക്കേണ്ട. അയക്കേണ്ട വിലാസം tulasedalathil@gmail.com. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.